ഇന്നത്തെ ഗുജറാത്ത് ഹൈദരാബാദ് മാച്ച് കഴിഞ്ഞപ്പോൾ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. RCBക്ക് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. അതുപോലെ CSK ടീമിനും രാജസ്ഥാൻ ഈസി ആയിട്ട് ഇനി ഫൈനലിലെത്തും. അപ്പോൾ IPLിലെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിലവിൽ ഇപ്പോൾ രാജസ്ഥാൻ 2ാം സ്ഥാനത്തുണ്ട്. 1ാം സ്ഥാനത്ത് കൊൽക്കത്തയാണ്. അവർക്ക് 19 പോയിന്റ് ഉണ്ട്. 2ാം സ്ഥാനത്തുള്ള രാജസ്ഥാന് 16 പോയിന്റ് മാത്രമേ ഉള്ളൂ. രാജസ്ഥാൻ ഇനി 1ാം സ്ഥാനത്തെത്താൻ സാധിക്കില്ല. അടുത്ത മത്സരം ജയിച്ചാലും 18 പോയിന്റ് മാത്രമേ നേടാൻ സാധിക്കൂ. പക്ഷേ ടേബിൾ ടോപ്പറിൽ ആദ്യത്തെ 2 സ്ഥാനക്കാർക്ക് പ്ലേ ഓഫിൽ 2 മാച്ച് കിട്ടും. അതുകൊണ്ട് രാജസ്ഥാനും കൊൽക്കത്തയ്ക്കും ഈസി ആയിട്ട് ഫൈനൽ എത്താൻ സാധിക്കും. നിലവിൽ ഇപ്പോൾ 4ാം സ്ഥാനത്തിന് വേണ്ടിയാണ് മത്സരങ്ങൾ നടക്കുന്നത്. 4ാം സ്ഥാനത്ത് ഒരു ടീം 14 പോയിന്റിൽ ഫിനിഷ് ചെയ്യും. അതാരായിരിക്കുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ 2 ടീമുകൾക്കാണ് സാധ്യതയുള്ളത്, CSKയും RCBക്കും. ചെന്നൈക്ക് ഇപ്പോൾ 14 പോയിന്റ് ഉണ്ട്. ഇനി ബാക്കി ഒരു മാച്ചും കൂടിയുണ്ട്. അതിൽ ജയിച്ചാൽ ചെന്നൈ ഒഫീഷ്യലായിട്ട് പ്ലേ ഓഫിലെത്തും. ഇനിയൊരു പക്ഷേ ചെന്നൈ തോറ്റാൽ RCB പ്ലേ ഓഫിലെത്തും. പക്ഷേ RCBക്ക് ചെറിയൊരു വിജയം കിട്ടിയിട്ട് കാര്യമില്ല, മികച്ചൊരു വിജയം ആവശ്യമാണ്. അതായത് 18 റൺസിനോ അല്ലെങ്കിൽ 18 ഓവറിൽ കളി ജയിക്കണം. എന്നാൽ മാത്രമേ RCBക്ക് പ്ലേ ഓഫിലെത്താൻ സാധിക്കൂ. നിലവിലെ സാഹചര്യം അനുസരിച്ച് RCBക്ക് പ്ലേ ഓഫിലെത്താനുള്ള എല്ലാവിധ വഴിയും തുറന്നിട്ടിരിക്കുകയാണ്. നിലവിൽ ചെന്നൈ ടീമിന് 0.5 ആണ് നെറ്റ് റൺ റേറ്റ്. RCBക്ക് ആണെങ്കിൽ 0.3യും. അടുത്ത മാച്ച് CSK തോറ്റാൽ 2 ടീമിനും 14 പോയിന്റ് ആയിരിക്കും. ഈ സമയം RCB CSK ടീമിന്റെ നെറ്റ് റൺ റേറ്റ് വെട്ടിക്കേണ്ടതുണ്ട്. പോയിന്റ് 200 സംതിങ്ങിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് RCBക്ക് അത് മറികടക്കാൻ വലിയ താമസമില്ല. നിലവിലെ ചിത്രമനുസരിച്ച് കൊൽക്കത്ത, രാജസ്ഥാൻ, ഹൈദരാബാദ് 4ാമത്തെ ടീമായിട്ട് CSK അല്ലെങ്കിൽ RCB ഇവരെത്താനാണ് സാധ്യത. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.